എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അടുത്തിടെ കുടുംബാംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തി സന്ദർശക വിസ സൗദി കൂടുതൽ വിപുലപ്പെടുത്തുന്നു എന്ന വാർത്ത പുറത്തു വന്നിരുന്നു. ഇപ്പോൾ സന്ദർശക വിസയിൽ സൗദിയിൽ എത്തുന്നവരുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് ഊന്നൽ നൽകുന്ന തീരുമാനം എടുത്തിരിക്കുകയാണ്. ഇത്തരത്തിൽ രാജ്യത്തെത്തുന്നവർക്ക് അടിയന്തര ഘട്ടത്തിൽ 1 ലക്ഷം റിയാൽ വരെ മെഡിക്കൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുമെന്ന് സൗദി കൗൺസിൽ ഓഫ് മെഡിക്കൽ ഇൻഷുറൻസ് അറിയിച്ചു. കുടുംബ സന്ദർശക വിസയിൽ സൗദിയിലെത്തുന്നവർക്ക് മെഡിക്കൽ ഇൻഷുറൻസ് നിർബന്ധമാണ്. ഇത്തരത്തിൽ സൗദിയിലെത്തുന്നവർക്ക് അടിയന്തര ഘട്ടത്തിൽ 1 ലക്ഷം റിയാൽ വരെയുള്ള മെഡിക്കൽ സഹായം ഇൻഷുറൻസ് കമ്പനികൾ അനുവദിക്കണമെന്ന് സൗദി കൗൺസിൽ ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് അറിയിച്ചു. സന്ദർശക വിസയിൽ എത്തുന്നവരുടെ ഇൻഷുറൻസ് പരിരക്ഷയിൽ ഗർഭധാരണവും പ്രസവവും ഉൾപ്പെടുമെന്നുണ്ട്. ഗർഭധാരണം, പ്രസവം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട അടിയന്തര ചികിത്സയ്ക്ക് 5000 റിയാൽ വരെയാണ് പരമാവധി അനുവദിക്കുകയെന്നും കൗൺസിൽ വിശദീകരിച്ചു. സന്ദർശക വിസ സ്റ്റാമ്പ് ചെയ്യുന്ന അവസരത്തിലാണ് മെഡിക്കൽ ഇൻഷുറൻസ് പോളിസിയും ഇഷ്യൂ ചെയ്യുന്നത്. സൗദിയിലെത്തി അബ്ഷിർ ആപ്ലിക്കേഷൻ പ്രവർത്തിപ്പിക്കുന്നതോടെ ഇൻഷുറൻസ് പരിരക്ഷ സംബന്ധിച്ച് അറിയാൻ സാധിക്കുമെന്നും അധികൃതർ അറിയിച്ചു. അതുപോലെ സന്ദർശന വിസയിൽ സൗദിയിലെത്തുന്നവർക്ക് അന്താരാഷ്ട്ര ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ 1 വർഷം വരെ ഡ്രൈവിംഗ് ചെയ്യാമെന്ന് സൗദി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് വ്യക്തമാക്കിയിരുന്നു. ഇവർക്ക് സാധുവായ അന്താരാഷ്ട്ര ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. 1 വർഷത്തിനു ശേഷം കാലാവധി പുതുക്കുന്നതിനനുസരിച്ച് അനുമതി ലഭ്യമാകും. താമസ വിസയിൽ മുമ്പുണ്ടായിരുന്ന ഡ്രൈവിംഗ് ലൈസൻസ് പുതിയ വിസയിൽ വീണ്ടും സൗദിയിലെത്തുമ്പോൾ മാറ്റാവുന്നതാണെന്നും ട്രാഫിക് വിഭാഗം വ്യക്തമാക്കി. ഇതിനായി ട്രാഫിക് വിഭാഗത്തിന് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കാലഹരണപ്പെട്ടവ മാറ്റിയെടുക്കുന്നതിന് ട്രാഫിക് വിഭാഗത്തിന്റെ ലൈസൻസ് മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് നടപടികൾ പൂർത്തിയാക്കണമെന്നും ട്രാഫിക് വിഭാഗം അറിയിച്ചു. സന്ദർശക വിസയിലെത്തുന്നവർക്ക് രാജ്യത്തെ ലൈസൻസിന് അപേക്ഷിക്കാൻ കഴിയില്ലെന്നും ഡയറക്ടറേറ്റ് കൂട്ടിച്ചേർത്തു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.